അയാളുടെ മോളെ പറഞ്ഞു ഞങ്ങളെ അവിടെ ഈറ വെട്ടിയിട്ടേക്കൊന്ന് തീ ഇടാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഉച്ച സമയത്ത് തീ ഇടല്ലേ, ഈറയ്ക്ക് ഭയങ്കര കൊട്ടല. അന്നേരം പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ കുറേശ്ശെ അങ്ങോട്ട് കത്തിക്കാം. അന്നേരം ഞാൻ പറഞ്ഞു വേണ്ട, ഞങ്ങൾ നാളെ കാലത്തോ വൈകിട്ടോ ഞങ്ങൾ ഇട്ടോളാം എന്ന് പറഞ്ഞു. അല്ല ഞാൻ കുറേശ്ശെ കത്തിക്കാൻ പോയി, അടുത്ത ആഴ്ച എന്റെ മോൻ പേർച്ചെന്ന് വരും. അന്നേരം ഞാൻ എന്ത് ചെയ്തു, ഉച്ചയ്ക്ക് വന്നേ ഒരു ഗ്ലാസ് വെള്ളം ടാങ്ക് ഇറക്കി കൊണ്ട് കൊടുത്ത് കുടിച്ചിട്ട് തീ കൊളുത്താൻ താഴോട്ട് ഇറങ്ങിയതാ. താഴോട്ട് ഇറങ്ങിയപ്പോ അവിടെ അങ്ങ് ഭയങ്കരമായിട്ട് തീ പടരുന്നു. ഈ പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങള് അപ്പം നോക്കിയപ്പോ ഒരു തോള് ഒടിച്ച് ഈ കുറേശ്ശെ അണയ്ക്കുന്നു. ഈ ഈറയുടെ സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ പാറ പൊട്ടുന്ന സൗണ്ട് ആയിരുന്നു. എന്നിട്ട് തീ ഇനി മേപ്പട പറന്നു. അപ്പൊ താഴെ നിന്ന മനുഷ്യൻ മേപ്പോട്ട് കയറി വന്ന വഴിക്ക് ഈ ആലി പുറത്ത് കത്തിയതാണോ കോലം കെട്ട് വീണതാണോ, അങ്ങനെ ഞങ്ങൾക്ക് അനിയെ വരയ്ക്കാത്തിരുന്നു. അനി അതിലോട്ട് പോകാൻ ഇറങ്ങി വന്നപ്പം കാണാൻ ഒരു മനുഷ്യൻ ഇവിടെ കിടക്കുന്നു. അയ്യോ, അങ്ങനെ എന്നോട് ചേട്ടത്തി ഓടി 4 ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കൊണ്ടുപോടാൻ ഞാൻ പിന്നെ പിടിച്ചു കൊടുത്ത് പെട്ടെന്ന് ഒരു 4-5 ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് ഇവിടെ നിന്നുകൊണ്ട് കറുത്തൊഴിച്ചു കൊടുത്ത് പുറം എരിഞ്ഞ് കിടക്കുക. കൊണ്ട് ചരിഞ്ഞ് തലയിരുന്ന തൊപ്പിയൊക്കെ വെന്ത് ചരിഞ്ഞ് തുണിയെല്ലാം വെന്ത് റബ്ബർ കട എന്തോ നടത്തുക. എവിടെ? എടമൺ 34. പേരെന്താ പറഞ്ഞത്? പ്രസന്റ് എന്നാണ്. 65 വയസ്സിന് മുകളിലുണ്ടെന്നാണ് പറഞ്ഞത്. 65 വയസ്സിന് മുകളിലുള്ളൂ. അപ്പൊ ഇവിടെ കരവാളൂര് പുതിയ താമസക്കാരനാണ് അല്ലേ? വന്ന് സ്ഥലം വാങ്ങിയിട്ടേ ഉള്ളൂ. 6 മാസം മുമ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇദ്ദേഹം ഒറ്റയ്ക്കാണ് ഇവിടെ വന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് ആർക്കും കാണാൻ പറ്റിയില്ല അല്ലേ? കുറച്ചേരം കഴിഞ്ഞിട്ട് പിന്നെ ഫയർഫോഴ്സ് വന്ന് എടുക്കൊണ്ട് പോയി. ഓക്കെ. അപ്പൊ അത് ആരാ കണ്ടത് അവസാനം റിപ്പോർട്ട് ചെയ്തത് അറിയാമോ? ചെയ്തത് നമ്മുടെ ഇവിടെ തന്നെയുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. സ്വീറ്റ് പുള്ളി വിളിച്ചപ്പോ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വന്നു. അപ്പം അയൽവക്കക്കാരെങ്കിലും ആണോ കണ്ടത്? എങ്ങനെ? അയൽവക്കക്കാര് തന്നെ കണ്ടത്. ഇത് കരിഞ്ഞു പോയതാ അല്ലേ? കരിഞ്ഞു പോയി. ഇത് അദ്ദേഹത്തിന്റെ വാച്ചാണ്. ഇത് മൊബൈലാണ് അല്ലേ? വണ്ടിയുടെ ചാവിയാണ്. ഫോണ്. ഈ 2 ഫോണും അദ്ദേഹത്തിന്റെ. ഓക്കെ. മറ്റേ ഫോണില് പിന്നെ അത് വർക്കിംഗ് ആണോ? അതിന്റെ കവറൊക്കെ കത്തിപ്പോയി എടുത്തും കളഞ്ഞു. ആണോ? മക്കളെ ഏത് ഭാഗത്ത്